ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുതലാളിയുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ചെറിയ പാർട്ടിയും കാര്യങ്ങളൊക്കെ നമ്മളെ റൂമിൽ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൂമിലെത്തിയാലേ അറിയുള്ളൂ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റാക്കിയാണ് മുതലാളി. അപ്പോൾ എന്തായാലും നമുക്ക് റൂമിലെത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് നിർത്തുക. ഏതോ ഒരുത്തൻ പിന്നിൽ ചവിട്ടി വരുന്നുണ്ട് ഒരുത്തൻ. അപ്പോൾ എന്തായാലും ഗൈസ്, എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, ഞാൻ റൂമിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ എന്തായാലും നമുക്ക് അപ്പുറത്തെ റൂമിലേക്ക് പോകാം. പിന്നെ കിച്ചണിൽ പോകാണ്ട്, കിച്ചണിൽ അവിടെ ഭയങ്കര പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ചെറുക്കന്മാരൊക്കെ ഉണ്ട് അപ്പുറത്തെ റൂമിൽ. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് പോയേക്കാം. അപ്പോൾ എന്തായാലും ഗൈസ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലേക്ക് നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും വന്നപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പാസിലാക്കാം. എന്താ പാസിലാക്കുന്നത്? ഇതെന്താ സാധനം? എന്താണത്? ചിക്കനുള്ള മസാല. ചിക്കൻ അല്ല, ഇത് ബീഫിനുള്ളതല്ലേ? ബീഫ് അല്ല, ഇതെന്താ ബീഫല്ലേ? വന്ന് എന്തായി? തുറന്നേക്കണോ? ഓ തന്നെ ഉള്ളി വാടാണ്ടല്ലേ? അപ്പൊ ഗൈസ്, നമ്മളെ കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. അടിപൊളി. ബീഫ് സെറ്റ് ആക്കിയിട്ടുണ്ട്. വലിയ തകൃതമായ പരിപാടി വന്നോണ്ടിരിക്കേണ്ടത്. ചിക്കൻ വേറെ ചിക്കൻ നമുക്ക് വേറെ പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ബീഫ് ബിരിയാണി നാട്ടിൽ നിറക്കിയ ബീഫ് വീണിട്ടില്ല. അപ്പൊ എന്താ അറിയാം, ഇതാ പിന്നെ നമ്മളതിനുള്ള സലാഡ് കാണാൻ സെറ്റ് ആക്കുന്നത്. ഇതാ നമ്മളെ നാട്ടിൽ നിറക്കിയ കറിവേപ്പില. അതേമാതിരിതാ. എന്തിനാണ് ചെമ്പൂരി കൊട്ടലിന്റെ പണി? നല്ല അളക്കലാലെ വാസിലാക്കുക. അല്ലെങ്കിലേ കടയിൽ ഭയങ്കര അളക്കല. ഇവിടെ അളക്കുക. മല്ലിച്ചപ്പ് പൊതീന ഫുള്ള് കാര്യം സെറ്റ് ആക്കിയില്ലേ? എന്താ മുജീബായി ചെറുനാടി കാട്ടുന്നത്? സ്വാഗതം. അപ്പൊ എന്തായാലും അളിയാ ഇന്ന് എന്താ പരിപാടി ഒന്ന് പറയും. അളിയാ എന്താ പരിപാടി പറയാ? അളിയാ ഇന്ന് എന്തിനോടനുബന്ധിച്ച് നമ്മൾ ഇവിടെ ബിരിയാണി ഉണ്ടാക്കണേ പറയുന്നത്? ഇല്ല, എന്നാലും അത് നിങ്ങൾ പറയണം. പ്രേക്ഷകർ നമ്മളെ സബ്സ്ക്രൈബർ വലിയ സബ്സ്ക്രൈബർ ഒന്നും ഇല്ല, ആകെ കുറഞ്ഞ സബ്സ്ക്രൈബർ ഇല്ല. അവരൊന്നും അറിയാൻ വേണ്ടി പറയാൻ. സായരേ, അപ്പൊ എന്താ സായറ് പറയുന്ന നമ്മൾ എന്താ ഫുഡൊക്കെ കാണും ഇവിടെ? നല്ല അടിപൊളി ഫുഡ്. നമ്മളെ മുതലാളുടെ അളിയനായിരിക്കണത്. അപ്പോൾ അളിയന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഇവിടെ ഫുള്ള് വെട്ടിക്കുന്നത്. ഇതെന്താ മാംഗോ ഒക്കെ ഉണ്ടോ ബിരിയാണിയിൽ? ഇതെന്താണ് ഈ മാംഗോ കടയിൽ കൊടുന്ന? എക്സ്പെൻസ് കൂടിട്ടാ. ഞാൻ എന്താണോ പൈനാപ്പിളോ? അത് അവിടുന്ന് മറ്റേ വെട്ടിച്ചു കൊടുന്ന അളിയാ വേറെ ടേസ്റ്റ് ആണ്. എനിക്ക് അറിയില്ല, വേറെ ടേസ്റ്റ്. ഏത്? അത് റുമ്മാനല്ലേ? ഏത്? അവിടെ പരിപാടി സാറാക്കി. അവിടെ എന്തൊക്കെയുണ്ട്? അവിടെ കേക്കൊക്കെ മുറിച്ചു. കേക്ക് മുറി, ചിക്കൻ പൊരി. അല്ല, നമ്മളിപ്പോ അടുത്ത് ഇവിടെ ബർത്ത്ഡേ ഓണ്ടല്ലേ? അല്ലേ, ഒരു കൊല്ലായി ആ ബർത്ത്ഡേ. എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ആ ബർത്ത്ഡേ അടിപൊളി ബർത്ത്ഡേ ആയിരുന്നു ഇവിടെ കഴിച്ചത്. അന്നേരം ഈ ഫ്ലോ ഒക്കെ വേണ്ടിയത്. ആ പോലീസിൽ വന്ന് അന്ന് പോലീസിൽ വന്ന് മനസ്സിലായി. ഒരു കൊല്ലായി. മാങ്ങ തിന്നല്ലോ. അല്ലാഹു അക്ബർ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാങ്ങ ഉണ്ടാവില്ല. അളിയ ആരാ ഇവിടെ ഉള്ളിരിക്കുന്നത്? ഭയങ്കര കണ്ണീരുണ്ടല്ലോ. നീ റഷീദ് ഭായത്ത് പോകട്ടെ. റഷീദ് ഭായ് തൊട്ടോടെ നല്ല നിന്നടാ. അളിയന്റെ മുഖം കാണട്ടെ. അല്ല പുളി ഉണ്ട് അളിയാ. രാത്രി
വന്ന് ആനങ്ങാടിയിലെ കപ്പിത്താൻ അല്ല ഇതിപ്പോ ഈ മാങ്ങ ഒക്കെപ്പാടെ മിസ്സാക്കി എന്താണ് കഴിഞ്ഞിട്ട് ഓരോ പീസ് ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുക്കാം സലാഡ് തിന്നാറ് സലാഡ് എത്ര സ്നേഹം വേറെ ടേസ്റ്റ് ചെയ്യാനുണ്ടതാണ്. ഇതെന്താ പഞ്ചസാര പാത്രം മൊയ്തീനെ എന്റെ ഐഫോൺ കാണിച്ചത് മൊയ്തീന കേട്ടോ. മൊയ്തീന്റെ ഐഫോൺ എടുത്ത് 2 ദിവസമായി, ഇതുവരെ മൊയ്തീന്റെ ഐഫോൺ കണ്ടിട്ടില്ല. എടാ ഐഫോണോടെ മൊയ്തീനെ സമതേ ഹലോ എടാ എന്റെ വെള്ളത്തിന്റെ ബില്ലുണ്ട്. സിറാജേ എന്റെ വെള്ളത്തിന്റെ ബില്ലുണ്ട്. 70. ഓക്കെ മറ്റേ 10 ഓക്കെ. എത്ര കുറച്ചൊക്കെ പറഞ്ഞാലും സാധനം കേൾക്കും. മൊയ്തീന എന്റെ പുതിയ ഫോണാട്ട് മൊയ്തീനെ. മൊയ്തീനെ ലീഗേരെ ഫോണ് വായിക്കണേ പച്ച എന്നും പച്ചയ. എന്ത് ഡൊണാത്തോ ഡൊണാത്തോ ഇന്ത്യക്ക് മെസ്സേജ് വരുന്നില്ലാന്നോ? അപ്പൊ അനക്ക് വാട്സ്ആപ്പ് മെസ്സേജ് പോരെ? അനക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഉറങ്ങി കിടക്കല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് അല്ലല്ലോ. അതുകൂടി കാര്യമില്ല, ഞാൻ അവിടെ പോയാ പച്ചമുളക് കളിയാ. പച്ചമുളകാണ് വിൽക്കാനുണ്ട്. എത്ര നേരം ഞാൻ ഉള്ളി അരിയുന്നത്, ഫ്രൂട്ട്സ് ഇട്ട് കണ്ണ് ഈ ഉറങ്ങാണല്ലേ. നമ്മളെ മുതലാളി 2 പേരെത്തിക്കാം. ഇതില് മാങ്ങ, മറ്റേ പൈനാപ്പിള്, മുന്തിരി, ക്യാരറ്റ്. ആ വരുന്ന പെട്ടിയില് പഴം വരുന്നുണ്ട്. എത്ര തമറോ? പച്ച തമറ. പച്ച തമറ ചോറ് പോയില്ല. മൂടിക്ക് നിങ്ങളാ ബായ് കൊടുത്ത്. പക്ഷെ ബായ് മധുരില്ല. ഇത് നമ്മളെ ബായ്. ആകെ അടിയായ ഇവിടെ. വേഗം കട്ടിടാ. നല്ല ഉമ്മാനോട് ഒന്നുമില്ലല്ലേ? അല്ല ഇങ്ങനത്തെ 2-3 മാങ്ങ നമ്പറിൽ വണ്ടി ഞാൻ. നമ്മളളിയ
4 മാസം വന്ന മൊയ്തി എന്തത് ആകെ വട്ടക്കറക്കി ഇത് വേണം ഇത് വേണ്ട ചങ്ങായി ആ ചങ്ങായി ഇത് വെട്ടി തിന്നോട്ടെ സമാധാനത്തെ ഇവിടുന്ന് കൊണ്ടുവരണം അതാണ് ഇവിടെ പോണേ തീരെ താല്പര്യമില്ല ആ ഉമ്മ നോക്കിത്താ മുസക്കലാക്കി ഇതാ ബിരിയാണി കിട്ടാനാണേ മുളകുപൊടിയോടെ അത് ഇതേമാതിരി കെട്ടിയാൽ മാറ്റി ചോറിന്നിട്ട് ഓരോന്നും നമുക്ക് മോൾപൊടി അവിടെ ഇവിടെ മഞ്ഞപ്പൊടി മാത്രമേ ഉള്ളൂ മുളക് പൊടി ഇവിടെ ഇല്ല ഇവിടെ മുളക് പൊടി ഇല്ല ഇവിടെ ഇല്ല ഇവിടെ ഉണ്ട് കട്ടിലോട്ടില് എടാ എന്റെ ഐഫോൺ വാങ്ങിച്ചോ എന്താ ചെങ്ങ ഒരു ഐഫോൺ എടുത്തിട്ട് മിയ അതിന്റെ ഐഫോൺ 12 പ്രോ മിനി അല്ലേ ഇതേമാതിരി കട്ട് ചെയ്താണ് മാറ്റി മൊത്തത്തിൽ മിസ്സാക്കി കേട്ടാ എന്താ എത്ര വാരി കൊണ്ടുപോണത് മൊത്തം മിസ്സാക്കി ഫുള്ള് വാരി കൊണ്ടുപോണതാ ഇത് റുമ്മാൻ പറിച്ചെടുക്ക ഇതെന്താ അടി നടക്കുന്നത് സംഭവം തന്നെ യാ സമത് ഇവിടെ എന്തായി ഓ ജസീലിനൊരു കരിമിനൽ കൊടുക്കാക്ക ഇന്ത്യൻ ഇറച്ചി അടിപൊളി അടിപൊളി ഇത് ഏതാണ് ഇറച്ചി ഏതാണ് നാടനാണോ അല്ലെങ്കിൽ നാട്ടിൽ നിറക്കിയല്ലേ ലഗോണാണോ അല്ലെങ്കിൽ അല്ല ബീഫാണല്ലേ മലേഷ്യ ഇറച്ചിയോട് വെട്ടി കഴിച്ചിട്ടില്ല ബീഫ് ഏതോ കുട്ടനാ ഇളക്ക ജസിനെ കഴിഞ്ഞിട്ടുള്ളൂ എല്ലാരും ഇളക്കാറുണ്ട് ആ മതി മതി വിട്ടോ വിട്ടോ എരി നോക്കല്ലേ ഉപ്പ് വെച്ചാ മുളക് ഞാൻ കുറവുണ്ടല്ലേ മുളകൊന്ന് വേണമെങ്കിൽ കുറച്ചിട്ട് എവിടെ എവിടെ കുരുമുളകോ ആ കുരുമുളക് തരാൻ പറഞ്ഞു എവിടെ കുരുമുളക് ഒരു കരിമില്ലുണ്ടാവത് ഇട്ടൊന്നാ കയ്യിലിട്ടോ डेंस दे दो थोड़ा ബിരിയാണി എപ്പോഴാവുക ബിരിയാണി ആവൂലേ അല്ല ശിക്ക ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്താണ് ഗൾഫിൽ ഉണ്ടാക്കുന്നത് നമ്മൾ നാടൻ ബിരിയാണി അല്ലേ നാടൻ ബിരിയാണിയിൽ അതിന് ഒരു വേറിട്ടൊരു ബിരിയാണി വെറൈറ്റി ബിരിയാണി നമ്മളെ മലപ്പുറം ബിരിയാണി അല്ലേ പിന്നെ അല്ലാഹു ഏത് അയ്യോ മേൽമുറി ബിരിയാണി
അല്ല യേശിക്ക ഇനിയിപ്പോ നമ്മളെ ചോറ് റെഡി ആക്കുന്നു. എന്താ ഗ്യാസ് ഊരി പോയിന്റെ അത് നല്ലൊരു തീരുമാനം. ओ शोधा में नेट नहीं है भाई, नेट नहीं है. अच्छा ना, नेट नहीं है तो अच्छा आएगा. അതിനെ ഊരിക്കൊണ്ട പറയുന്നത്, ഊരിക്കൊണ്ട പറയുന്നത്. അല്ല ശോധാമ നെറ്റ് നെയ്യ് നെയ്യ് അതിന്റെ ശോധ നെറ്റിന്തോ ഉണ്ടാക്കി ഞാൻ വെറുതെ ആൾക്ക് മെസ്സേജ് അയച്ചിട്ട് അള്ളാഹു അക്ബർ. ഇന്ത്യ കുറച്ച് ഇന്ത്യക്ക് മെസ്സേജ് വന്നിട്ടില്ല. അവിടെ പണിപ്പിന്റെ ഇൻസ്റ്റ കാണിച്ചതാ. അച്ഛാ ഇന്ത്യനാ നല്ല ഇന്ത്യ കൊടുത്തൊക്കെ. ശശിയുടെ ഹിന്ദി കേട്ട് ശശിയുടെ ഹിന്ദി കേട്ടിട്ട് ഞാൻ എന്താണ് റിയാൻ ലാസ്റ്റ് ഇങ്ങനെ ഇപ്പൊ എന്താ പറഞ്ഞു. ഒരു ഉള്ളി മറ്റേ ഇങ്ങനെ കട്ടി ഇങ്ങനെ എടാ ഉള്ളി ഇസ്രാജ് നമ്മളെ റഷീദ് ഭായ് ബിരിയാണിക്ക് വേണ്ടി എന്തായി യശ് ഭായ്? കുക്കർ ഉപയോഗിക്കുന്നില്ല, കുക്കർ ഉപയോഗിക്കുന്നില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ്ട് അവരോട് പറഞ്ഞു സിറാജ് എല്ലാം അധികമാണ്, കുറവില്ലാന്ന്. എന്തെങ്കിലും സ്റ്റിക്കറൊക്കെ ഫുഡ് റെഡിയായോ? ഇപ്പൊ സ്റ്റിക്കർ ആരോടല്ലോ കാക്കൻ്റെ ജാനകി മജീബ മറ്റേ രണ്ടുപേർക്കും കളിക്കണ്ടല്ലോ. അല്ല മുജീബ നമ്മക്കില്ല. ആ ഫാസിൽക്ക ഇവിടെ ചിക്കൻ പൊരിക്കണേ. ആ ചിക്കൻ ഇവിടെ വെച്ച് പൊരിക്കണ്ടേ നമ്മൾ ചിക്കൻ പൊരി. ഇതിൽ നമ്മൾ മറ്റേ പൗഡർ വെക്കണം, മറ്റേ ചോളത്തിന്റെ പൗഡർ വെക്കണം ടൈറ്റ് ഇടാൻ വേണ്ടിട്ട്. ടൈറ്റ് ഇടാൻ വേണ്ടിട്ട് പൗഡർ ചേർത്തില്ലേ? നമ്മൾ ചിക്കൻ പൊരി പൊരി തുടങ്ങിയിട്ടുള്ളൂ. ये हमला काकू काकू क्या हाल है? अच्छा है? क्या सामान बनाएगा काकू? ये क्या है? ये बांग्लादेश में क्या बोलेगा? पता को भी बता। हाँ समझे बत्तख के तरह. ടേസ്റ്റ് നമ്മളങ്ങനെ എടുക്കുന്നില്ല. നമ്മൾ ഈ ടേസ്റ്റിന് ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ. അടിപൊളി ഇട്ടോ ചേച്ചാ. ഇതെന്താ അരിടാനാ? അരിടാനാ?
അങ്ങനെ പൊട്ടിച്ച് അങ്ങനെ നമ്മളെ ദമ്മിത പൊട്ടിച്ചിരിക്കുകയാണ്. നിക്കല്ലേ പുറത്തു പോയി പോയി ഓണല്ലോ. ഇത് റെസ്റ്റിലിരുന്ന് ഇപ്പൊ എടുത്തിട്ട് ഡാൽ വയ്ക്കുക. എവിടെ ബായി അങ്ങനെ കാണാനില്ലല്ലോ. നല്ല ഇളക്കിക്കോളി, നല്ല ഇളക്കി കൊടുക്കും, നല്ല ഇളക്കി കൊടുക്കും. മഞ്ഞക്കളറ് നമ്മള് ടോപ്പ് കയറ്റി ആളെ ടോപ്പ് കയറ്റിയത്. ആ പോവാളിയാ നിങ്ങൾ ടോപ്പ് കയറ്റി മിക്സ് ആവും ചെയ്യും. പരിപാടി ആ നമ്മളെ ചെക്ക് ഇതാ ഫുഡ് കണ്ടിട്ട് ഫുള്ള് ക്ലീൻ ആക്കണം. നമ്മളെ ഹെൽപ്പ് ചെയ്യണോ? അപ്പൊ എല്ലാരും ഒരു പ്ലേറ്റിട്ട് പോരെ അല്ലേ? അതല്ലത് ഓ ചിക്കനിൽ മുളക് വറുത്തിട്ടൊക്കെയാണ്. എന്താ പ്ലേറ്റിലിടുന്നു പറഞ്ഞ്? പ്ലേറ്റിൽ ഒരുത്തിന് കൊണ്ടുപോകണം. പ്ലേറ്റില്ലേ പ്ലേറ്റ് കൊടുത്തിട്ട് അവനെ കട്ടിന്മേലെ എവിടെയും പോയിട്ട് അങ്ങനെ തിന്നാൽ മതിയല്ലോ. എല്ലാരും കൂടി ഒരുമിച്ച് അവിടെ ഇരുന്നാണ്ട് എല്ലാരും പാടെ ഒരുമിച്ച് അങ്ങനെ ഒരാൾക്കാരും അങ്ങനെ കൊടുക്കണ്ടേ അഞ്ചാ എല്ലാരും പാടെ ഒരുമിച്ചാണ് ഇരിക്കുക. അതല്ലേ രസം. അല്ലാതെ പിന്നെ എന്തിനാണ് ഇതിന്റെ രസമുള്ളത്? ഇവിടെ അപ്പുറത്തിരുന്നോ അതല്ലേ രസം. എന്റെ റൂമിൽ കുറച്ച് ഇവിടെ 5-6 जाओ भाई जाओ जाओ उधर जाओ जाओ भाई जाओ जाओ ओपो जाओ 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 എല്ലാരും ഇരുത്തിക്കൂടി वीडियो करो भाई
आएगा तुम उधर बैठो मैं आएगा इधर बैठो नीचे बैठो टेंशन नहीं ना आड़ा बड़ा अच्छा की ना എല്ലാവർക്കും ഒരാൾ ഇരുന്നാ വിടോ ശരിയാവും സാൾട്ട് മാംഗോ हाँ भाई गाओ 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 अच्छा गाओ अच्छा से वीडियो करो अब खाना खा लिया पहले खा लिया अभी पहला खाएगा बाद में वीडियो बनाए ഇരിക്കൂ എത്ര സെഷനിലാ ഫുഡ് അടിക്കുക 3 സെഷനിലെ ഫുഡ് അങ്ങനെ ഗൈസ് നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.